ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഫോർ ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോളി ചേച്ചിയുടെ മീൻകറിയാണ്. എന്ന് വെച്ചാൽ ഫിഷ് മോളി. നമ്മുടെ കേരളത്തിലൊക്കെ പ്രശസ്തമായ ഫിഷ് മോളിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കേണ്ട രീതി ഇപ്പോൾ കാണിച്ചു തരാം. വാ. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് മറ്റ് ഓലക്കൊഴുവ മീനാണ്. 1/2 കിലോ ഉള്ളൂ, കാരണം ഇവിടെ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. 1/2 കിലോ ഓലക്കൊഴുവ. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലയൊക്കെ ഇടണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ഈ മീൻ അനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. ഉപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഇട്ടാൽ മതി. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം ഒന്ന് ഇളക്കണം. അല്ലെങ്കിൽ ആ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയെല്ലാം ഒന്ന് പിടിക്കണം. ഇതൊരു കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷന് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ അത്ര എടുത്താൽ മതി. ഗ്യാസ് കത്തിക്കാം. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ, ഇത് വറുക്കാൻ പാകമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ, മാരിനേറ്റ് ചെയ്ത മീൻ ഇട്ട് കൊടുക്കുക. മീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് 4 മിനിറ്റ് ജസ്റ്റ് ഒരു ആ സൈഡ് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി. ബാക്കി അത് കഴിഞ്ഞ് തിരിച്ചിട്ട് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ആ സമയം നമുക്ക് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ മോളിക്കുള്ള സംഭവം ഉണ്ടാക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്താൽ മീഡിയം ഫ്ലെയിം മതി. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതാവേണ്ടതുകൊണ്ട് ഇതെടുത്ത് മാറ്റി ഇങ്ങോട്ട് വെക്കാം. ഈ ചട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാകട്ടെ. വരാൻ തുടങ്ങി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം നമ്മൾ ഈ മീനും കൂടി ഇടുന്നുണ്ട്, അതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത്രയും വെളിച്ചെണ്ണ വേണ്ട നമുക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതും കൂടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 പച്ചമുളക് കീറിയിട്ടത് നല്ലോണം ഇളക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മറ്റേ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില. നമ്മൾ തന്നെ വീടായതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇടാം, കുഴപ്പമില്ല. ഒരു പച്ചമണം മാറി വരുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും, സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അതറിയാൻ പറ്റും, ആ ഒരു മണം മാറുന്നത്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച 2 വലിയ സബോള അരിഞ്ഞു വെച്ചത് ഇടുക. ഈ സബോള ഗോൾഡൻ ബ്രൗൺ ഒന്നും വേണ്ട, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. വലുതായിട്ട് ബ്രൗൺ, നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബ്രൗൺ ഒന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ
നമുക്ക് എടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ മീൻ പകുതിയായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിടാം. നമ്മൾ ഉള്ളി വന്നിട്ടുണ്ട്. എടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പം കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു എരിവാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. നമ്മൾ ഈ സൈഡിൽ മീനായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തേക്കാം. നമ്മൾ ഇതിലോട്ട് ഇനി അടുത്ത് ഇടാനുള്ളത് നമ്മുടെ 2ാം പാല്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് മറ്റേ പൗഡർ പാലാണ്, നല്ല പാലാണ്. അതിൻ്റെ 2ാം പാല് ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മുടെ ഇത്. അപ്പം അതിലോട്ട് ഒരു കുടംപുളിയല്ലേ നമ്മുടെ മെയിൻ. 1.25 കുടംപുളി, ഇത്ര മതി. ചെറിയൊരു പുളി മതി, കാരണം നമ്മൾ അത് കഴിഞ്ഞ് തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ അത്രയും വേണ്ട. ഒരു കുടംപുളിയുടെ ഒരു ടേസ്റ്റ് മാത്രം നമുക്ക് മതി. ഇട്ട് ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മീനിടാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ ഇതിലോട്ട് ഇടുക. ഈ മീനിടുമ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള ആ എണ്ണയും കൂടി ഇടണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുത്തുള്ളൂ. ആ എണ്ണയും കൂടി ഇട്ട് അങ്ങനെ കമത്തിയാൽ മതി. നമ്മൾ മീനിട്ടിട്ടുണ്ട്. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകും. ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റി എടുത്താൽ മതി. ചുറ്റി എടുക്കുക, ഒന്ന് വെക്കുക. മീൻ നമ്മൾ ഓൾറെഡി വേവിച്ചാണ്, അപ്പം അധികം വേവൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി. നല്ലോണം തിളച്ചു. നമ്മുടെ ഗ്യാസ് കുറച്ചൊന്ന് സിമ്മിലിടുക. ചൂടൊന്ന് കുറയണം, കാരണം നമുക്ക് 1ാം പാലും കൂടി ഒഴിക്കാനുള്ളത്. ചൂട് കുറയാനായിട്ട് ഒന്ന് മാറ്റിക്കുക. ഒന്നും കൂടെ ചുറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. കട്ടിയുള്ള 1ാം പാൽ. ഒന്നാം പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില അതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് കുരുമുളകും കൂടെ. ലാസ്റ്റ് കുരുമുളക് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് ലാസ്റ്റ് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുരുമുളകും കൂടി ഇട്ട് നമുക്കിതിനെയും തിളപ്പിക്കൊന്നും വേണ്ട. ഓഫ് ചെയ്തിട്ട് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം. മാറ്റി സൈഡിലോട്ട് വെക്കാം. ആ ചട്ടിയുടെ ചൂടിൽ അതൊന്ന് ഇതായിക്കോളും. നമ്മൾ മാറ്റി വെച്ച ശേഷം ഒരു തക്കാളി വട്ടത്തി എറിഞ്ഞ് അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇടണം. അതിൻ്റെ മേളിലോട്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ തക്കാളി മാത്രം എടുത്ത് കഴിച്ചാൽ മതി. നമ്മൾ പുളി കുറച്ചിട്ടത് തക്കാളിയുടെ കൂടെ പുളി ഇറങ്ങുന്നതുകൊണ്ടാണ് കുറച്ചിട്ടത്. ഇത് നേരെ അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കട്ടെ. നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഒരു തക്കാളി, ഏകദേശം കുറച്ച് ചാറും ഒരു കഷ്ണം എടുത്തൊന്ന് ടേസ്റ്റ് നോക്കാം.
കണ്ടോ, മീനൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആ, നല്ല ചോറിൻ്റെ കൂടെ, അപ്പം പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ പറ്റും. ഈവൻ ഇഡലിയുടെ കൂടെ പറ്റും. അത്ര ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്സ്. അടുത്ത വീഡിയോ വരെ പിന്നെ കാണാം.